പാറു, പാറു, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഗന്ധർവനെ കുറിച്ചല്ലേ? എനിക്ക് അതിനെക്കുറിച്ച് പറയാനും കേൾക്കാനും താല്പര്യമില്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? ഗന്ധർവനെ കുറിച്ച് പറയുന്നില്ല, രാമനെ കുറിച്ച് പറയാലോ. ശ്രീരാമനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം ഉണ്ടാവോ? ഞാൻ തമാശ പറഞ്ഞതല്ല, ദേഷ്യം കൊണ്ട് പറഞ്ഞതുമല്ല. നീ അകപ്പെട്ടിരിക്കുന്ന ചതി നിനക്ക് മനസ്സിലാവണമെങ്കിൽ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കഥ ഉദാഹരണമായിട്ട് പറയണം. നീ അത് കേൾക്കാൻ തയ്യാറാവുകയും വേണം. സ്വർണ്ണ മാനിനെ കണ്ട് അത് ഒറിജിനൽ മാനാണെന്ന് കരുതി ലക്ഷ്മണ രേഖയിൽ നിന്ന് പുറത്തു കടന്നതുകൊണ്ട് സീത രാവണന്റെ പിടിയിലായത്. അതുപോലെ വൃത്തികെട്ട മനസ്സുള്ള ആരോ ഒരാൾ നിന്നെ നോട്ടം വച്ചിട്ടുണ്ട്. സ്വർണമാനായി മാരീചൻ വേഷം കെട്ടി വന്നതുപോലെ ഗന്ധർവനായി വേഷം കെട്ടി വന്നത് അയാളാ. വിശ്വസിക്ക് പാറു, നീ അപകടത്തില്. ഗന്ധർവൻ വൃത്തികെട്ടവനാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിന്നെ സ്നേഹിക്കുന്ന ഒരു ഗന്ധർവനുണ്ട്, നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ഗന്ധർവനും ഉണ്ട്. നിന്നോട് വെള്ള ഹാഫ്സാരി ഉടുത്ത് വരാൻ പറഞ്ഞത് നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഗന്ധർവനാ. നിന്നെ സ്നേഹിക്കുന്ന ഗന്ധർവൻ നിന്നോടങ്ങനെ പറഞ്ഞിട്ടില്ല, പറയേയില്ല. നിന്റെ ഈ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായിട്ടില്ല എന്ന്. പക്ഷെ പാറു, നിനക്ക് ഗന്ധർവനോടുള്ള സ്നേഹം ആരോ മുതലെടുക്കുന്നുണ്ട്. ഇത് നീ വിശ്വസിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നീ വലിയ അപകടത്തിൽ ചെന്ന് വീഴും. പാറു, മുന്നിന്ന് മാറ്, എനിക്ക് പോണം. നിനക്ക് ഞാനിത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരിക? മുന്നിന്ന് മാറാനല്ലേ പറഞ്ഞത്?